ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കി നോക്കുന്നത്. ക്രിസ്മസിനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് 2 മണിക്കൂർ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ആ ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഊറ്റിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മൈദാമാവും കൂടെ മിക്സ് ചെയ്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട നമ്മൾ ഇതുപോലൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ പൊടിച്ച് വെച്ചത് ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ എടുത്താൽ മതി. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കട്ടയെല്ലാം നല്ലപോലെ ഉടയ്ക്കുന്നവരെ ഉടച്ചെടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 കപ്പ് മൈദയിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ മിക്സിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്ത് മുഴുവൻ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഓറഞ്ച് ജ്യൂസ് ഇല്ലേ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ എല്ലാ സൈഡും ഒന്ന് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ച് ട്രേ ഇറക്കി വെച്ചിട്ട് വാഷറും കുക്കറിൻ്റെ അടപ്പിൻ്റെ വാഷറും വിസിലും കൂടെ നമ്മൾ ഊരി മാറ്റിയതിന് ശേഷം കുക്കർ ഇതുപോലെ അടച്ച് വെച്ചിട്ട് 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ല